അപ്പോൾ ഇന്നാണ് കേട്ടോ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്ന ദിവസം. അപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോഴെങ്കിലും എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ വെറും വയറ്റിൽ പോകണമല്ലോ, എല്ലാം കൂടെ കഴിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യേണ്ട ടൈമായി കേട്ടോ. മെഡിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ENT, സ്റ്റൊമക്ക്, ECG, ത്രെഡ്മില്ല്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്തപ്പോഴേക്കും കുറച്ചൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ പോയത്. പക്ഷേ അവിടെ ഈ നൈറ്റ് ലൈഫാണ് കൂടുതലുണ്ടായിരുന്നത്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന സമയത്ത് ഭയങ്കര റഷായിരുന്നു. 1 മണി 2 മണി സമയത്തൊക്കെ അവിടെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു മലയാളീസിൻ്റെ ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. മെഡിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും മഴയുണ്ടായിരുന്നു. അതിനുണ്ടായിരുന്നു മാത്രമല്ല നല്ല റഷും ബ്ലോക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും പോകല് നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റൂം അന്വേഷിച്ച് ഞങ്ങൾ പോയപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി സ്ഥലത്ത് തന്നെ ഒരു മലയാളീസിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ ബാംഗ്ലൂർ. അവിടെ ഞങ്ങൾക്ക് റൂം കിട്ടി. നല്ല സൗകര്യമുള്ള റൂമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നൈറ്റ് ലൈഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ 2 മണി 3 മണി സമയത്തൊക്കെ നടക്കാനും പുറത്തിറങ്ങാനൊക്കെ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു രാത്രി പേടിയൊന്നും ഇവിടെ ഇല്ല. ഈവൻ കടകളൊക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ടൈമായിരിക്കും കേട്ടോ. ഞങ്ങൾ ആദ്യം റൂം എടുത്തു, എന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം റൂം നമ്മൾ തപ്പിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ആയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ അവർ റേറ്റ് കൂട്ടുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ റൂം എടുത്തു, എന്നിട്ട് ഞങ്ങൾ ഫുഡ് അന്വേഷിച്ച് പോയി കേട്ടോ. ഫുഡ് പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഫുഡ് കോർട്ട് എന്ന രീതിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും റൂമൊക്കെ സെറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര റഷ്, എല്ലാ കടകളിലും നല്ല റഷാണ്. അങ്ങനെ ഞങ്ങളൊരു മന്തിൻ്റെ ഷോപ്പ് സെലക്ട് ചെയ്തു കേട്ടോ. മന്തി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണല്ലോ ബാംഗ്ലൂർ ഉണ്ടാവുക. എന്നാലും ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.